ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഗുണ്ടു. ഈ സാധനം എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ വഴിയുള്ള ഒരു സാധനമല്ല അത്. അത് മാത്രമല്ല, നല്ല അറപ്പുമായിരിക്കും ചിലവർക്ക്. ഒരു 90% ആൾക്കാർക്കും ഇത് കാണുമ്പോൾ ഒരു അറപ്പും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കുറച്ച് നാൾ മലേഷ്യയിലായിരുന്നു. ഞാൻ മലേഷ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കടയിൽ നല്ലൊരു സെയിൽ നടന്നതിന് എൻ്റെ ചൈനക്കാരൻ ബോസ് എന്നെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഈ മെനുവിൽ ഏത് വേണമെങ്കിൽ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിഷ് ചിക്കൻ റൈസ് എന്ന് പറഞ്ഞൊരു ഡിഷ് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ ചിക്കൻ റൈസിൽ ഒപ്പം സൂപ്പ് ഉണ്ടായിരുന്നു. ആ സൂപ്പിൽ കിടന്നത് ഈ കാല. തകർന്നു പോയി ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പട്ടിക്ക് കൊടുക്കുന്ന സാധനമാണ്. കഴിച്ചിട്ട് ഇറക്കാനും പറ്റണില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റണില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി ഞാൻ പെട്ടെന്ന്. അയാളുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ പാണ്ടിപ്പടയിൽ നമ്മുടെ പ്രകാശ് രാജ് ദിലീപിനോട് പറയില്ലേ, ആ സാപ്പിട് സാപ്പിട്, ആ അങ്ങനെ പറയില്ലേ, ആ ഒരു മൈൻഡ് ആയിരുന്നു പുള്ളിക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തും പോയി കഴിക്കാൻ പറ്റാത്ത ഒരു ഇതിലായി. പക്ഷെ ഞാനത് കഴിച്ചപ്പോ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു സൂപ്പിന്. പിന്നെ നല്ല ഈ കാല് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ സാധനം. സോ ഇത് ഞാനൊരു സിമ്പിൾ ആയിട്ട് അവിടെ ഉണ്ടാക്കണ പോലെ വന്നില്ലെങ്കിലും, അവരെ റെസ്റ്റോറൻറ്റുകൾ മലേഷ്യയിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കണ പോലെ വന്നില്ലെങ്കിലും, ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് ഈ ഒരു സംഭവം. സോ അത് ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതേപോലെ അല്ല ഉണ്ടാക്കണേ, നമ്മുടെ തമിഴ് സ്റ്റൈല്, കേരള സ്റ്റൈല് സൂപ്പുകൾ, ആട്ടുകാൽ പായ എന്നൊക്കെ പറയുന്ന പോലെ ചിക്കൻ കാല് പായ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് അതിന്റെ തൊലി, സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്ത് അതിന്റെ നഖമൊക്കെ ആദ്യം വെട്ടി കളയണട്ടാ. അപ്പൊ ഞാനത് കാണിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ്. അപ്പൊ ഞാൻ വർത്താനത്തിന്റെ ഇടയിൽ ഞാനത് മറന്നു. ആ പറയാൻ മറന്നു. അപ്പോൾ നഖമൊക്കെ വെട്ടി കളഞ്ഞ് നല്ലോണം ക്ലീൻ ആക്കി നല്ലോണം തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് നല്ലോണം വൃത്തിയാക്കിയിട്ട് അത് നമ്മളൊരു ഒരു പാത്രത്തിലേക്ക്, കുക്കർ പോലുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചതച്ച ഉള്ളി, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ച് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുക. അതിനുശേഷം പാകത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് കുരുമുളക്, ഗ്രാമ്പു, പിന്നെ കുറച്ച് മല്ലി, വലിയ ജീരകം, പിന്നെ നമ്മുടെ നക്ഷത്രം, പിന്നെ ചെറിയ ജീരകം, പിന്നെ ഏലക്കായ, പട്ട, ആ, ഉം, അതൊക്കെ എല്ലാം കൂടിയിട്ട് ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് വെള്ളം, അതായത് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടുക. അത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് തിളയ്ക്കണം കേട്ടോ, നല്ലോണം തിളയ്ക്കണം. നമ്മൾ മുമ്പ് കാല് വേവിക്കണ സമയത്ത്, അതായത് തൊലി കളയാനായിട്ട് വേവിക്കണ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേവാകും. അപ്പോൾ നല്ല മണം വരും. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. ആ തിളയ്ക്കുമ്പോൾ നല്ല അടിപൊളി മണം വരും. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് താളിക്കണം. താളിക്കുമ്പോൾ അത് നമ്മൾ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. നെയ്യ്, പിന്നെ ഒരു 10-25 നമുക്ക് ഉള്ളി, വേപ്പില, ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി, നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പം ഇട്ട് മിക്സ് ചെയ്യാം. സാധനം താളിക്കൽ കഴിഞ്ഞു, സൂപ്പർ റെഡി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്, നല്ല പ്രോട്ടീനാണ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക, നന്നായി ഒന്ന് ഇളക്കുക. അതുപോലെ തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചൂടോട് കൂടി തന്നെ നിങ്ങൾ സെർവ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ കഴിക്കുമ്പോഴായാലും നിങ്ങൾ ചൂടോട് കൂടി തന്നെ അത് കഴിക്കാൻ നോക്കുക. ആ ചൂട് സൂപ്പ് ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, നല്ല നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവറും കാര്യം, എല്ലാ എല്ലാ ഫ്ലേവറും, ആ സ്പൈസസിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഫ്ലേവർ നമുക്ക് അതിൽ കിട്ടും. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ജയ് ശക്തിമാൻ.